നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. എൻ്റെ കഴിഞ്ഞ വീഡിയോസ് എല്ലാവരും കണ്ടിരിക്കുമെന്ന് കരുതുന്നു. കാണാത്തവർ കാണുക. ഇന്ന് നാം കാണുന്നത് വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 1 മുതൽ 20 വരെയുള്ള വാക്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം: യേശു 12 പേരെയും വിളിച്ച് എന്തിൻ്റെ മേലാണ് അവർക്ക് അധികാരവും ശക്തിയും കൊടുത്തത്? ഉത്തരം: സകല പിശാചുകളുടെയും മേൽ. അത് 9-ാം അധ്യായം 1-ാം വാക്യത്തിലാണുള്ളത്. രണ്ടാമത്തെ ചോദ്യം: യേശു 12 ശിഷ്യന്മാരെ വിളിച്ച് എന്തിനു വേണ്ടിയാണ് അവരെ അയച്ചത്? ഉത്തരം: ദൈവരാജ്യം പ്രസംഗിക്കാനും രോഗികളെ സുഖപ്പെടുത്താനും. അത് 9-ാം അധ്യായം 2-ാം വാക്യത്തിലാണുള്ളത്. മൂന്നാമത്തെ ചോദ്യം: യാത്രയ്ക്ക് എന്തൊക്കെ ഉണ്ടായിരിക്കരുത്, എന്തൊക്കെ എടുക്കരുത് എന്നാണ് യേശു പറഞ്ഞത്? ഉത്തരം: വടിയോ സഞ്ചിയോ അപ്പമോ 2 ഉടുപ്പോ. അത് 9-ാം അധ്യായം 3-ാം വാക്യത്തിലാണ് ഉള്ളത്. നാലാമത്തെ ചോദ്യം: സ്വീകരിക്കാതിരിക്കുന്നവരുടെ പട്ടണത്തിൽ നിന്ന് പോരുമ്പോൾ എന്ത് ചെയ്യണമെന്നാണ് യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്? ഉത്തരം: അവർക്കെതിരെ സാക്ഷ്യത്തിനായി നിങ്ങളുടെ കാലിലെ പൊടി തട്ടിക്കളയുവിൻ. അത് 9-ാം അധ്യായം 5-ാം വാക്യത്തിലാണുള്ളത്. അഞ്ചാമത്തെ ചോദ്യം: ഞാൻ യോഹന്നാനെ ശിരച്ഛേദം ചെയ്തു. പിന്നെ ആരെക്കുറിച്ചാണ് ഞാൻ ഇക്കാര്യങ്ങൾ കേൾക്കുന്നത്? അവൻ ആരാണ്? ഇതിൽ ഞാൻ ആര്, അവൻ ആര്? ഉത്തരം: ഞാൻ ഹെറോദേസ്, അവൻ യേശു. അത് 9-ാം അധ്യായം 9-ാം വാക്യത്തിലാണുള്ളത്. ആറാമത്തെ ചോദ്യം: യേശു അപ്പം വർദ്ധിപ്പിച്ചത് എവിടെ വച്ച്? ഉത്തരം: ബെത്സൈദാ പട്ടണത്തിൽ വച്ച്. അത് 9-ാം അധ്യായം 10 മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഏഴാമത്തെ ചോദ്യം: യേശു അപ്പം വർദ്ധിപ്പിക്കുന്ന സംഭവത്തിൽ എത്ര പേർ ഉണ്ടായിരുന്നുവെന്നാണ് പറയുന്നത്? ഉത്തരം: ഏകദേശം 5000 പുരുഷന്മാർ. അത് 9-ാം അധ്യായം 14-ാം വാക്യത്തിലാണുള്ളത്. എട്ടാമത്തെ ചോദ്യം: ബാക്കി വന്ന കഷണങ്ങൾ എത്ര കുട്ട നിറയെയാണ് ശേഖരിച്ചത്? ഉത്തരം: 12. അത് 9-ാം അധ്യായം 17-ാം വാക്യത്തിലാണുള്ളത്. ഒൻപതാമത്തെ ചോദ്യം: ഞാൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത്? ആര് ആരോടാണ് ചോദിച്ചത്? ഉത്തരം: യേശു ശിഷ്യന്മാരോട്. അത് 9-ാം അധ്യായം 18-ാം വാക്യത്തിലാണുള്ളത്. പത്താമത്തെ ചോദ്യം: ഞാൻ ആരാണെന്ന യേശുവിൻ്റെ ചോദ്യത്തിന് പത്രോസിൻ്റെ മറുപടി എന്തായിരുന്നു? ഉത്തരം: നീ ദൈവത്തിൻ്റെ ക്രിസ്തുവാണ്. അത് 9-ാം അധ്യായം 20-ാം വാക്യത്തിലാണുള്ളത്. ഇന്ന് നാം കണ്ട ചോദ്യോത്തരങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഇന്നത്തെ ചോദ്യങ്ങൾ കമന്റ് ബോക്സിൽ പിൻ ചെയ്തിടുന്നതായിരിക്കും. ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുക. ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. എങ്കിൽ മാത്രമേ നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക, പ്രാർത്ഥിക്കുക. താങ്ക് യു.